മാരുതിയുടെ സ്വിഫ്റ്റ് VDI ഓപ്ഷനിൽ വരുന്ന വാഹനമാണ്. നിലവിൽ ഇത് 1,59,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട്. 2013 മോഡൽ വോക്സ് വാഗൻ പോളോ ഹൈലൈൻ ഡീസൽ ഓപ്ഷനിൽ വരുന്ന വാഹനമാണ്. 2019 മോഡൽ റീ രജിസ്ട്രേഷൻ ഇനോവ ക്രിസ്റ്റ ഡീസലാണ്. വാഹനം മാനുവൽ ഗിയറാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണുള്ളത്. 2017 മോഡൽ 5 സീറ്റർ ഒമനിയാണ്. വെറും 19,000 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളൂ. 2011 മോഡൽ i20 ഓട്ടോമാറ്റിക്കാണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള വാഹനമാണ്. 74,500 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരം വെമ്പാലവട്ടം എന്ന് പറയുന്ന ഭാഗത്താണ്. ഓട്ടോനേഷൻ നമ്മൾ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ കിട്ടുന്ന, ചെറുതും വലുതുമായ എല്ലാത്തരം മോഡൽ വണ്ടികളും കിട്ടുന്ന ഒരു നല്ല ഷോപ്പാണ്. ക്രിസ്മസ് പ്രമാണിച്ചുള്ള, ക്രിസ്മസ് ആയിട്ടില്ല എന്നാലും ക്രിസ്മസ് പ്രമാണിച്ച് ഇപ്പോഴേ, കാരണം ഞാൻ ഇനി ഈ മാസം ഇവിടെ വരില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ക്രിസ്മസ് പ്രമാണിച്ച് നമ്മൾ വിലയിലൊക്കെ വൻ റിഡക്ഷൻ ചെയ്തിട്ടാണ് ഇത്തവണ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ചെറിയ തോതിലുള്ള വണ്ടികളും വലിയ തോതിലുള്ള വണ്ടികളുമായിട്ടുള്ള നല്ല വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണെന്ന് സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വരാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓട്ടോനേഷനിലേക്ക് സ്വാഗതം. മൾട്ടി ബ്രാൻഡ് യൂസ്ഡ് കാറിൻ്റെ ഷോറൂമാണ് ഞങ്ങളുടേത്. ഏകദേശം 10-70 വണ്ടികൾ സ്റ്റോക്ക് കിടപ്പുണ്ട്. അതിൽ കുറച്ച് വാഹനങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ വീഡിയോ കണ്ട് വാഹനം എടുക്കുന്ന കസ്റ്റമേഴ്സിന് ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറായിട്ട് ഞങ്ങൾ 5,000 രൂപയുടെ അക്സസറീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ 2015 ശേഷമുള്ള സർട്ടിഫൈഡ് വാഹനങ്ങൾക്ക് ഞങ്ങൾ 3 മാസത്തെ വാറൻറ്റി നൽകുന്നുണ്ട്. അധികം താമസിക്കാതെ നമ്മൾ വാഹനങ്ങൾ പരിചയപ്പെടാം. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്ന വാഹനം 2019 മോഡൽ റീ രജിസ്ട്രേഷൻ ഇനോവ ക്രിസ്റ്റ ഡീസലാണ്. വാഹനം മാനുവൽ ഗിയറാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണുള്ളത്. ഇത് 89,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഫുള്ള് കമ്പനി സർവീസുള്ള വാഹനമാണ്. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ടയേഴ്സൊക്കെ ഒരു 85% എബോവ് ടയേഴ്സ് ഉള്ളൊരു വാഹനമാണ്. 2019 89,000 കിലോമീറ്റർ കമ്പനി സർവീസുള്ള വാഹനമാണ്. ഏകദേശം 13-13.5 ലക്ഷം രൂപ ഈ വാഹനത്തിന് ലോൺ തന്നെ ലഭിക്കുന്നതാണ്. നമുക്ക് 2015 ശേഷം ആയതുകൊണ്ട് വാഹനം ആയതുകൊണ്ട് തന്നെ നമുക്കൊരു സർട്ടിഫൈഡ് വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു 3 months 100 ദിവസത്തെ 100 days വാറൻറ്റി വാഹനത്തിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. ഇല്ല. ഇത് അപ്പം നമുക്കിത് ഒരു എത്ര രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും? നമുക്കൊരു 2 ലക്ഷം രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് അടക്കുവാണെങ്കിൽ വാഹനം എടുക്കാം. പിന്നെ നല്ല സിവിൽ സ്കോറും സിവിലൊക്കെ നല്ല പക്കയായിട്ടുള്ള കസ്റ്റമേഴ്സിന് അതിൽ കുറച്ചടച്ചാലും മതി. ടയേഴ്സും ഒക്കെ അത്യാവശ്യം നല്ല ടയേഴ്സാണ്. റീ വണ്ടി ആയതുകൊണ്ടായിരിക്കാം ഇത്രയും വില കുറവ്. ആണോ? റീ ആയ ഉള്ളൊരു ചെറിയ ഡിപ്രിസിയേഷൻ വരുന്നുണ്ട്. 2018 മോഡൽ സ്വിഫ്റ്റ് LXi ആണ്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഈ വാഹനം 1,13,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. അഡീഷണൽ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ വാഹനത്തിന് ഓട്ടോനേഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് 4,25,000 രൂപയാണ്. നമുക്കൊരു 50,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ വാഹനം സ്വന്തമാക്കാൻ പറ്റും. ടയേഴ്സ് എല്ലാം നമുക്കൊരു ഫ്രണ്ട് ടയേഴ്സ് ഒരു 70% എബോയും ബാക്ക് ടയേഴ്സ് ഒരു 60% എബോയും ഉള്ള വാഹനമാണ്. 4,25,000 രൂപയാണ് ഓട്ടോനേഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമുക്കിതിലൊരു 3.25 ലക്ഷം രൂപ വരെയൊക്കെ ഫിനാൻസ് ഒരു 5 വർഷത്തേക്ക് ചെയ്യാൻ പറ്റിയൊരു വാഹനമാണ്. 2017 മോഡൽ ബെലാനോ ഡെൽറ്റയാണ്. 62,000 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ടയർ ഭാഗം ഫ്രണ്ട് ഒരു 50%-ഉം ബാക്ക് ഒരു 60%-ഉം ടയറാണുള്ളത്. ഈ വാഹനത്തിന് ഓട്ടോനേഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് 5,36,000 രൂപയാണ്. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഫസ്റ്റ് ഒരു 75,000 ഡൗൺ പേയ്മെൻ്റ് ഒക്കെ ചെയ്യുവാണെങ്കിൽ ഈ വാഹനം സ്വന്തമാക്കാൻ പറ്റും. സീറ്റ് കവറായിട്ട് ചെയ്തില്ല. ഇല്ല. പക്ഷേ അല്ലാത്ത വർഷം വണ്ടി കാണാനൊക്കെ വൃത്തിയുണ്ട്. ടയേഴ്സൊക്കെ അത്യാവശ്യം ടയേഴ്സൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. വണ്ടി ഓവറോൾ കളർ ഫെയ്ഡോ അങ്ങനെയൊന്നും വന്നിട്ടുമില്ല. അത്യാവശ്യം നീറ്റായിട്ട് കിടക്കുന്നൊരു വണ്ടി. 2011 മോഡൽ ഇന്നോവ ടാക്സിയാണ്. 3,02,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ടാക്സി വാഹനം നോക്കുന്ന കസ്റ്റമേഴ്സിന് സ്വന്തമാക്കാൻ പറ്റിയൊരു വാഹനമാണ്. 3,02,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് ഒറിജിനൽ കേരളയാണോ? ഇത് റീ ആണ്. ഒരു ആൻഡ്രോയിഡൊക്കെ വെച്ചിട്ടുണ്ട്. 3,02,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ടൈമിംഗ് ചെയിനൊക്കെ മാറിയിട്ടുണ്ടോ? എല്ലാം മാറിയിട്ടുണ്ട്. വണ്ടി പക്കയാണ്. 5,70,000 രൂപയാണ് ഇതിന് ഓട്ടോനേഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന വില. ഇതിന് ലോൺ കിട്ടുമോ? ലോണ് നമുക്കൊരു ചെറിയ എമൗണ്ട് ഒക്കെ ആണെങ്കിൽ ഒരു വർഷത്തേക്കൊക്കെ ലോൺ എടുക്കാം. ആ ഒരു രീതിയേ ഉള്ളൂ. ഈ സീറ്റ് കവേഴ്സൊക്കെ കൊള്ളാം, നീറ്റാണ്, വൃത്തിയുണ്ട് വണ്ടി. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല.
ടയേഴ്സ് അത്യാവശ്യം കൊള്ളാവുന്ന ടയേഴ്സ് കിടപ്പുണ്ട്. ഇതിപ്പം ഈ ടാക്സി അല്ലാതെ പ്രൈവറ്റ് ആക്കാൻ പറഞ്ഞാൽ ആക്കി കൊടുക്കുമോ? പ്രൈവറ്റ് ആക്കാമല്ലോ, പറ്റും. പ്രൈവറ്റ് ആക്കാം. അതിന് എന്തെങ്കിലും അഡീഷണൽ ചിലവ് വരുമോ പ്രൈവറ്റ് വാങ്ങുന്നവർക്ക്? ഇപ്പോഴും 2011 വാഹനമായതുകൊണ്ട് 1 വർഷത്തെ ടാക്സ് അടക്കേണ്ടി വരും. 2017 മോഡൽ 5 സീറ്റർ ഒമനിയാണ്. വെറും 19,000 കിലോമീറ്ററുമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളൂ. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫസ്റ്റ് ഓണറാണ്, സിംഗിൾ ഓണർ വാഹനമാണ്. ഇതിന് നമുക്കൊരു 2 ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. 19,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതിന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന വില 2,65,000 രൂപയാണ്. കിലോമീറ്റർ ജെനുവിൻ തന്നെയല്ലേ? കിലോമീറ്ററൊക്കെ ജെനുവിനാണ്, സർവീസുള്ള വണ്ടിയാണ്. നമുക്കിതൊരു 3 മാസം വാറൻറ്റി കൊടുക്കാൻ പറ്റിയൊരു വെഹിക്കിളൂടെയാണ്. റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ടോ? റീപെയിൻ്റ് ഒക്കെ വന്നിട്ടുണ്ട്. പോളോ ഹൈലൈൻ 2013 മോഡലാണ്. 1,21,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. സെക്കൻഡ് ഓണറിലുള്ള ഈ വാഹനമാണ്. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. ഫുള്ള് കമ്പനി ഹിസ്റ്ററിയുള്ള വാഹനമാണ്. ടയേഴ്സൊക്കെ ഒരു 75% എബോ ടയേഴ്സ് ഉണ്ട്. നമുക്കൊരു 2.5-3 വർഷം വരെ ലോൺ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം കൂടെയാണ്. ഈ വാഹനത്തിന് ഓട്ടോനേഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് 2,95,000 രൂപയാണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. അല്ല, നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വാഹനം. ടയേഴ്സ് കൊള്ളാം. 2,95,000 രൂപയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു 50 രൂപയൊക്കെ വേണം ഇറക്കാൻ. ഒരു 70,000 ഒക്കെ അടച്ച് ഇറക്കാം. അടുത്തതായിട്ട് പരിചയപ്പെടുന്നത് ഈക്കോ 2015 5 സീറ്റർ AC ആണ്. 1,23,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. അകത്ത് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നും വാഹനത്തിനില്ല. ടയേഴ്സൊക്കെ എല്ലാം ഒരു 60% എബോ ടയേഴ്സ് ഉള്ളൊരു വാഹനമാണ്. ഈ വാഹനത്തിന് ഓട്ടോനേഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 2,62,000 രൂപയാണ്. ഈ വാഹനത്തിൽ നമുക്കൊരു 5 വർഷം വരെ ഫിനാൻസൊക്കെ ചെയ്യാം. നല്ല ട്രാക്കൊക്കെ ഉള്ള സിവിൽ ട്രാക്കൊക്കെ ഉള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്കൊരു 50,000 രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് അടച്ച വാഹനം സ്വന്തമാക്കാവുന്നതാണ്. ഇതിന് എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് 2,62,000. വേറെ പറയത്തക്ക അപാകതകളൊന്നും ഇല്ലല്ലോ? ഇല്ല. ബോഡി കണ്ടിട്ടും വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ആ രീതിയിൽ കൊള്ളാം. പക്ഷേ ബാക്ക് ടയർ കൊള്ളൂല. മാറി കൊടുക്കുമോ? ബാക്ക് ടയർ മോശമാണ്, മാറി കൊടുക്കുമോ? നോക്കാം, വന്നിട്ട് നമുക്ക് സംസാരിക്കാം. റേറ്റ് ബേസ് ചെയ്ത് സംസാരിച്ച് കഴിയുമ്പോൾ ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. വണ്ടി കൊള്ളാം. 2011 മോഡൽ i20 ഓട്ടോമാറ്റിക്കാണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള വാഹനമാണ്. 74,500 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ആസ്ത ഓപ്ഷണലാണ് വേരിയൻറ്റ്. ഈ വാഹനത്തിന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് 2,62,000 ആണ്. ടയേഴ്സൊക്കെ ഒരു 50% ടയേഴ്സൊക്കെ ഉള്ള വാഹനമാണ്. സീറ്റ് കവറും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. നമുക്കിതിന് ലോണ് 1 വർഷം വരെയൊക്കെ ലോൺ ചെയ്യാൻ പറ്റും. ഈ വാഹനത്തിന് ഓട്ടോനേഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് 2,62,000 രൂപയാണ്. ഡീസലല്ലേ? ഡീസൽ. പെട്രോൾ ഓട്ടോമാറ്റിക്. മൈലേജ് ഒരു 13, ഒരു 13-14 ആ റേഞ്ച്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ലല്ലോ? റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. ഇഗ്നിസ് ആണ്. 2023 മോഡലാണ്. ആൽഫ എഡിഷനാണ്. ഓട്ടോമാറ്റിക്കാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലവിൽ വാഹനം ഉള്ളത്. 18,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഇത് നമുക്ക് ഒരു 100 ഡേയ്സ് സർട്ടിഫൈഡ് വാഹനമാണ്. നമുക്ക് ഏകദേശം ഫുൾ ലോൺ തന്നെ ഇതിന് ചെയ്യാൻ പറ്റും. ടയർ ഭാഗമെല്ലാം ആവറേജിന് മേളിൽ തന്നെ നിലവിലുണ്ട്. വാഹനം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല? റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നുമില്ല. ടയേഴ്സിൻ്റെ ഒരു കണ്ടീഷൻ? ടയർ കണ്ടീഷനെല്ലാം ആവറേജിന് എബോ. അതുപോലെ ഓൺലി 18,000 കിലോമീറ്റർ മാത്രമേ വാഹനം ഇതുവരെ റൺ ചെയ്തിട്ടുള്ളൂ. വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം കമ്പനി സർവീസാണ്. ബ്ലാക്ക് കളർ അല്ലേ? അതെ, ബ്ലാക്ക് കളർ. എത്രയാണ് പ്രതീക്ഷിക്കുന്ന വില? വണ്ടി നമുക്ക് ആ ഇന്ത്യയിൽ കണ്ടാൽ മനസ്സിലാവും അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത്. കാരണം അങ്ങനത്തെ രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. സീറ്റ് കവറായിട്ട് വന്നിട്ടില്ല? നോർമലാണ് വന്നിട്ടുള്ളത്. വണ്ടിയെല്ലാം പക്ക നീറ്റായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. നമുക്ക് ആ ഇന്ത്യയിൽ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത്. എങ്ങനെയാണ് റേറ്റ്? എങ്ങനെയാണ്? നമുക്കിതൊരു 6,90,000 നമുക്ക് ചെയ്യാം. 690. അതെ. മഹേന്ദ്രയുടെ ന്യൂവോ സ്പോർട്സ് ആണ്. 2018 ഡീസൽ ഓട്ടോമാറ്റിക് സിംഗിൾ ഓൺഡ് വണ്ടിയാണ്. 63,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസാണ്.
ടയർ ഭാഗവും കാര്യങ്ങളെല്ലാം ആവറേജിന് എബവ് ഉണ്ട്. വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയാണ്. നമുക്ക് ഇൻറ്റീരിയർ കാര്യങ്ങൾ നോക്കി അവർക്ക് മനസ്സിലാവും. നമുക്ക് ഏകദേശം ഒരു 90% നമുക്ക് ഫിനാൻസ് അവൈലബിൾ ആണ്. ടയർ ഭാഗമെല്ലാം ആവറേജിന് എബവ് ഉണ്ട്. വണ്ടി നല്ല ക്വാളിറ്റി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കാരണം സിംഗിൾ ഓണ്ട് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി അതിൻ്റെ ഇൻറ്റീരിയറിലും കാര്യങ്ങളിലും നമുക്ക് വ്യക്തമായി കാണാൻ പറ്റുന്നതാണ്. ഇന്റീരിയറിൽ നല്ല വൃത്തിയുണ്ട്. ഡീസലാണ്. അതെ, ഡീസലാണ്. അപ്പോൾ അത്യാവശ്യം നല്ല മൈലേജും വാഹനത്തിന് ലഭിക്കുന്നതാണ്. കിലോമീറ്റർ ജെന്യുവിനാണോ? കിലോമീറ്ററും കാര്യങ്ങളെല്ലാം ജെന്യുവിനാണ്. നമ്മൾ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്തതാണ്. വണ്ടി നമുക്ക് ആ ഇന്ത്യയിൽ കാണുമ്പോൾ തന്നെ അതിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവാൻ പറ്റും. റീപ്ലേസ് അങ്ങനെ എന്തെങ്കിലും പറയാം? വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫുൾ കമ്പനി സർവീസ്. നമ്മളെ കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മൾ നോക്കിയത് അറിയാൻ പറ്റും. നമുക്ക് ആ ക്വാളിറ്റി നമ്മളെ വണ്ടിയിൽ തന്നെ ഉണ്ട്. ഓക്കെ. എത്രയായിരുന്നാലും ചോദിക്കുന്നത് എത്ര? നമുക്ക് ഇതൊരു 4,35,000 നമുക്ക് ഫൈനൽ ചെയ്യാൻ പറ്റും. ഒരു 90% അടുപ്പിച്ച് നമുക്ക് ഫിനാൻസും കിട്ടും. ഒറിജിനൽ കേരള തന്നെയല്ലേ? ഒറിജിനൽ കേരള സിംഗിൾ ഓണർ വണ്ടിയാണ്. 2019 മോഡൽ മഹേന്ദ്ര XUV 300 ആണ്. ഇത് ഡീസൽ വേരിയൻ്റ് ആണ്. W8 ഫുൾ ഓപ്ഷനിൽ വരുന്ന വാഹനം. ഒരു 92,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഫുള്ള് കമ്പനി സർവീസാണ്. ഏകദേശം നമുക്ക് 90% അടുപ്പിച്ച് ഫിനാൻസ് നമുക്ക് കിട്ടും. നമുക്ക് 100 days സർട്ടിഫൈഡ് വാറണ്ടി വെഹിക്കിളാണ്. വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ആയിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ടയർ ഭാഗമായിരുന്നാലും ഇൻറ്റീരിയർ ആയിരുന്നാലും എല്ലാം നമുക്ക് ആ ഒരു രീതിയിലാണ് അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളത്. ഇപ്പോൾ ടയർ എബോവ് ആവറേജ് ഉണ്ട്. ഇൻറ്റീരിയർ ആയിരുന്നാലും നല്ല ക്വാളിറ്റി ആയിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും വാഹനത്തിലില്ല. അതിൻ്റെ പെയിൻറ്റിങ് ക്വാളിറ്റി ആയിരുന്നാലും നല്ല രീതിയിൽ തന്നെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. സൺറൂഫ് വരുന്ന മോഡലാണ്. എത്ര പ്രതീക്ഷ? നമുക്കൊരു 7,53,000 ഫൈനൽ ചെയ്യാം. ഇത് എത്ര രൂപ നമുക്ക് ഇറക്കാൻ പറ്റിയ വണ്ടി? എങ്ങനെയാണ്? എത്ര രൂപ ഡൗൺ പേയ്മെൻറ്റ് ഇട്ടാൽ ഇറക്കാൻ പറ്റും? നമുക്കൊരു 10% മാത്രം ചെയ്താൽ മതി. 90% ഫിനാൻസ് ഒക്കെ കിട്ടും. അതെ. മാരുതിയുടെ എക്സ്പ്രസോ വാഹനമാണ്. 2020 മോഡലാണ്. VXI+ ആണ് വരുന്നത്. നിലവിൽ ഈ വാഹനം സിംഗിൾ ഓണർഷിപ്പിലാണ് ഉള്ളത്. 64,000 കിലോമീറ്റർ മാത്രമേ വാഹനം ഇതുവരെ ഓടിയിട്ടുള്ളൂ. നമുക്കൊരു 90% അടുപ്പിച്ച് ഫിനാൻസ് അവൈലബിൾ ആണ്. ടയർ ഭാഗങ്ങളെല്ലാം ഒരു ആവറേജിൽ താഴെയുള്ളൂ. പക്ഷേ നമ്മളതെല്ലാം 4 ടയറും ചേഞ്ച് ചെയ്ത് പുത്തൻ ടയറാക്കി മാത്രമേ വണ്ടി കൊടുക്കത്തുള്ളൂ. അതെ, നല്ല കാര്യം. വണ്ടിക്കകമൊക്കെ നല്ല വണ്ടിയെല്ലാം നീറ്റ് വണ്ടിയാണ്. കാരണം നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ ക്വാളിറ്റി വണ്ടിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ബാക്ക് ഫ്രണ്ട് സീറ്റ് കവർ മാറിയോ? അല്ല, സീറ്റ് കവർ നിലവിൽ എല്ലാം ചേഞ്ച് ചെയ്തിട്ടിരിക്കുന്നത്. ഇപ്പോൾ സീറ്റ് കവറെല്ലാം ക്വാളിറ്റിയാണ്. വേറെ വണ്ടിയുടെ അപാകതയോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്കൊരു 3,63,000 നമുക്ക് വണ്ടി കൊടുക്കാൻ സാധിക്കും. അതെ, ഒരു 10% മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് പേയ്മെൻറ്റ് ചെയ്യേണ്ടതുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ഫിനാൻസിൽ തന്നെ ചേർന്നതാണ്. അതുപോലെ നമുക്ക് 100 days സർട്ടിഫൈഡ് വാറണ്ടിയും കൊടുക്കാൻ പറ്റുന്ന വാഹനമാണ്. ഹുണ്ടായിയുടെ ഗ്രാൻഡ് ഐ10 മോഡലാണ്. ഇത് വന്നിട്ട് 2018 മോഡലാണ്. ആസ്ത ഓപ്ഷനിൽ വരുന്നതാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. മാനുവല സിംഗിൾ ഓണർഷിപ്പിലാണ് നിലവിൽ വാഹനമുള്ളത്. 58,000 കിലോമീറ്റർ മാത്രമേ നിലവിൽ വണ്ടി ഓടിയിട്ടുള്ളൂ. വണ്ടി അകമായിരുന്നാലും സീറ്റ് കവറായിരുന്നാലും എല്ലാം നീറ്റ് ആൻഡ് കണ്ടീഷനിലാണ്. നമുക്ക് ആ സിംഗിൾ ഓണർഷിപ്പിൻ്റെ തന്നെ ആ ഒരു ക്വാളിറ്റി നമുക്ക് ഇൻറ്റീരിയറിൽ നമുക്ക് കാണാനായി സാധിക്കും. അതുപോലെ തന്നെ വേറൊരു റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം ഒരു 5,000 10,000 തന്നെ ഇതിൻ്റെ സർവീസ് കാര്യങ്ങളെല്ലാം കമ്പനിയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വണ്ടിക്കകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്ലസ്റ്ററിൽ ആ സ്റ്റിക്കർ അതുപോലും കസ്റ്റമർ റിമൂവ് ചെയ്തിട്ടില്ല. ആ രീതിയിലാണ് വണ്ടി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ടയറും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ആവറേജിന് മേളിലുണ്ട്. അതേ ആ ഒരു സിംഗിൾ ഓണർഷിപ്പിൻ്റേതായ എല്ലാ ക്വാളിറ്റിയും നമുക്കിതിൽ കാണാനായി സാധിക്കും. നമുക്ക് ആ ക്ലസ്റ്ററിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ തന്നെ ആ സ്റ്റിക്കർ പോലും, ആ വണ്ടിയുടെ പുതിയതായിട്ട് വന്ന സ്റ്റിക്കർ പോലും നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കസ്റ്റമർ റിമൂവ് ചെയ്തിട്ടില്ല. നമുക്ക് സിംഗിൾ ഓണർഷിപ്പാണ്. 57 സംതിങ് 54-57 സംതിങ് നമുക്ക് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ചോദ്യം എത്രയാണ്? എത്ര രൂപ? നമുക്ക് ഫൈനൽ ഇതൊരു 4,30,000 ചെയ്യാൻ പറ്റും. ഇതിലെ സെൻട്രൽ ലോക്ക്, റിമോട്ട്, ഇതെല്ലാം റിമോട്ടിലാണ് വരുന്നത്. അതുപോലെ തന്നെ സൈഡ് മിററെല്ലാം വന്നിട്ട് ആട്ടോ അഡ്ജസ്റ്റബിളാണ്. 2013 മോഡൽ വോക്സ്വാഗൻ പോളോ ഹൈലൈൻ ഡീസൽ ഓപ്ഷനിൽ വരുന്ന വാഹനമാണ്. നിലവിൽ ഈ വാഹനം സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഉള്ളത്. മാനുവൽ വെഹിക്കിളാണ്. 98,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്.
വണ്ടി ഇൻറ്റീരിയറും ബാക്കി കാര്യങ്ങളെല്ലാം നീറ്റ് ആൻഡ് കണ്ടീഷനിലാണ്. വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ടയർ ഭാഗമെല്ലാം ആവറേജിന് എബോ ഉണ്ട്. നല്ല രീതിയിലുള്ള അലോയും കാര്യങ്ങളാണ് വണ്ടിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. പെയിൻ്റ് ആയിരുന്നാലും ബാക്കി കാര്യങ്ങളായിരുന്നാലും ഹൈ ക്വാളിറ്റി ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഓണർഷിപ്പ് എത്രയായിരുന്നു? നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വാഹനം വരുന്നത്. നമ്മളിതിന് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് 2,95,000 ആണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടി ക്വാളിറ്റി ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ടാറ്റ ടിഗോറാണ്. 2019 മോഡലാണ് വെഹിക്കിൾ ഉള്ളത്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. നിലവിൽ വാഹനം സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഉള്ളത്. കിലോമീറ്റർ ഒരു 66,000 അറൗണ്ട് ഓടിയിട്ടുണ്ട്. നമ്മളിതിൽ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് 4,25,000 ആണ്. ഇനിഷ്യൽ ഒരു 50,000 ഒക്കെ അടച്ചു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഫിനാൻസ് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ടയറും പുത്തൻ ടയറാണ്. അതൊരു 4,000-5,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ബില്ലും കാര്യങ്ങളും എല്ലാം നമ്മളെ കയ്യിലുണ്ട്. എല്ലാം ബ്രിസ്റ്റോൺ ടയറാണ് വരുന്നത്, 4 ടയറും. വണ്ടി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പെയിൻറ്റിങ് ഭാഗമായിരുന്നാലും ഇൻറ്റീരിയർ ആയിരുന്നാലും നല്ല രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. വേറെ അപാകതയോ കാര്യങ്ങളോ ഒന്നുമില്ല വാഹനത്തിൽ. ചോദ്യം എത്ര? നമുക്കൊരു 4,25,000 നമുക്ക് ചെയ്യാം. ഇനിഷ്യൽ ഒരു 50,000 അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ഫിനാൻസിൽ കയറുന്നതാണ്. ഹോണ്ടയുടെ അമേസ് ആണ് ഇത്. വേരിയൻറ്റ് വന്നിട്ട് SMD ഓപ്ഷനിൽ വരുന്ന വാഹനമാണ്. 2016 ആണ് ഇതിൻ്റെ മോഡൽ വരുന്നത്. ഇത് പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ പെട്രോൾ പ്ലസ് CNGയിലാണ് വാഹനം വരുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഒരു നല്ല രീതിയിലുള്ള ഒരു മൈലേജ് നമുക്ക് ഈ വാഹനത്തിന് ലഭിക്കുന്നതാണ്. നിലവിൽ വാഹനം വന്നിട്ട് സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഉള്ളത്. 1,33,000 കിലോമീറ്റർ വാഹനം റൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ഇൻറ്റീരിയർ കാര്യമായിരുന്നാലും ബോഡി ഭാഗമായിരുന്നാലും എല്ലാം നല്ല രീതിയിലാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് വാഹനത്തിൽ വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും നിലവിലില്ല. ടയർ ഭാഗങ്ങളെല്ലാം നമുക്ക് ആവറേജിന് എബോവ് ഉണ്ട്. നമ്മളിതിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു 3,80,000 ആണ്. ഒരു ഇനിഷ്യലായിട്ട് നമുക്കൊരു 50,000 റുപ്പീസ് നമ്മൾ അടയ്ക്കണമെന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ഫിനാൻസ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. മാരുതിയുടെ WagonR VXi ഓപ്ഷനിൽ വരുന്ന വാഹനമാണ്. 2017 മോഡലാണ് വാഹനം. ഇത് ഓട്ടോമാറ്റിക് വാഹനമാണ്. നിലവിൽ ഓടിയിരിക്കുന്നത് 74,500 കിലോമീറ്ററാണ്. നിലവിൽ വാഹനം സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഉള്ളത്. നമ്മളിതിന് എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് 3,70,000 ആണ്. നമുക്കൊരു ഇനിഷ്യൽ ഒരു 50,000 റുപ്പീസ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ഫിനാൻസ് അറേഞ്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വാഹനം നീറ്റായിട്ട് ഒരു മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയർ ആയിരുന്നാലും പെയിൻറ്റിങ് ക്വാളിറ്റി ആയിരുന്നാലും എല്ലാം നല്ല രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ ടയർ ഭാഗവും കാര്യങ്ങളെല്ലാം ആവറേജിന് എബോവ് ഉണ്ട്. വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ കമ്പനി സർവീസാണ് വണ്ടി നിലവിലുള്ളത്. മാരുതിയുടെ സ്വിഫ്റ്റ് VDI ഓപ്ഷനിൽ വരുന്ന വാഹനമാണ്. നിലവിൽ ഇത് 1,59,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട്. നീറ്റ് ആൻഡ് ക്വാളിറ്റിയാണ് വാഹനം വരുന്നത്. 2011 ആയതുകൊണ്ട് തന്നെ നമ്മൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്ത് നിലവിൽ നിർത്തിയിരിക്കുന്നതാണ്. അതിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നുള്ളത്. അതുപോലെ ഇതിലൊരു ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ടയർ ഭാഗങ്ങളും കാര്യങ്ങളെല്ലാം ആവറേജിന് എബോവ് ഉണ്ട്. നമുക്ക് ടെസ്റ്റിന് വേറെ ഫീസും നമുക്ക് ടാക്സും മാത്രമേ ഇതിന് ആവത്തുള്ളൂ. കാരണം പെയിൻറ്റിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അടുത്ത വർഷം നെക്സ്റ്റ് ഇയർ നമുക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡീസൽ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള മൈലേജ് നമുക്ക് ഇതിൽ ലഭിക്കുന്നതാണ്. ഓക്കെ, ഫുൾ റീപെയിൻ്റ് ആണ്. ഫുള്ള് നമുക്ക് ടെസ്റ്റിന് കണക്കാക്കി പെയിൻറ്റിങ് ചെയ്തിട്ടിരിക്കുന്ന വാഹനമാണ്. അതുപോലെ KL 01 രജിസ്ട്രേഷൻ വരുന്നത്. ഓക്കെ, എത്ര ഇത് ചോദ്യം? നമുക്ക് ഫൈനൽ ഒരു 2,45,000 നമുക്കിത് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് അത് കാരണം അതിനുള്ളൊരു ക്വാളിറ്റി വണ്ടിക്ക് ഇപ്പോൾ നിലവിലുണ്ട്. കാരണം പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ടെസ്റ്റ് വരുന്ന സമയത്ത് അതിൻ്റെ ടാക്സും നമ്മളെ ഫീസും കൂടെ മാത്രമേ അടയ്ക്കേണ്ടതായിട്ടുള്ളൂ. അല്ലാതെ വേറെ ബോഡി ഭാഗങ്ങളിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. മാരുതിയുടെ സ്വിഫ്റ്റ് ഡിസയറാണ്. ഇത് വന്നിട്ട് LD ഓപ്ഷനിൽ വരുന്ന വാഹനമാണ്. ഡീസൽ വാഹനമാണ്. പിന്നെ നിലവിൽ ഓടിയിരിക്കുന്നത് 1,50,000 കിലോമീറ്ററാണ് റൺ ചെയ്തിരിക്കുന്നത്. നമ്മളിതൊരു ഓഫർ പ്രൈസായിട്ട് ഒരു 2 lakhs റുപ്പീസിനാണ് നമ്മളിത് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് വണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. ഇൻറ്റീരിയർ ആയിരുന്നാലും നമുക്ക് പെയിൻറ്റ് ഭാഗത്തായിരുന്നാലും നമുക്ക് വേറെ പ്രത്യേകിച്ച് അപാകതയൊന്നും പറയാനില്ല. ടയർ ഭാഗങ്ങളെല്ലാം തന്നെ ആവറേജിന് എബോവ് ഉണ്ട്. പിന്നെ ഡീസൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നൊരു വാഹനം കൂടെയാണ്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും നിലവിൽ. റീപെയിൻ്റ് എടുത്തിട്ടുണ്ടോ ഇവിടെ? ചില ഭാഗങ്ങളിൽ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ വേറെ റീപ്ലേസ് ചെയ്തൊന്നുമല്ല. സ്ക്രാച്ചസ് കാര്യങ്ങൾ വന്നതുകൊണ്ട് റീപെയിൻറ്റ് ചെയ്തു എന്നുള്ളതേ. ഇതിലിപ്പോൾ പഴമയുടേതായ ഇവിടെ ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്, പെയിൻറ്റ് പോയ പോലുള്ള. അല്ലാതെ വേറെ അപാകതകളൊന്നും ഞാൻ കണ്ടില്ല. ടയർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയറുണ്ട്. പക്ഷേ ഇച്ചിരി പുട്ടി വർക്കുകൾ വന്നിട്ടുണ്ട്. എത്ര ചോദിക്കുന്നത്? 2 ലക്ഷമോ? 2 ലക്ഷം രൂപയാണ് നമ്മളതിൽ ചോദിക്കുന്നത്. KL 01 രജിസ്ട്രേഷനിലാണ്. അതൊരു ക്രിസ്മസ് ഓഫറായിട്ടാണ് നമ്മളൊരു 2 ലക്ഷം രൂപ ചോദിക്കുന്നത്. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്.
ചെറുതും വലുതുമായിട്ടുള്ള ഇഷ്ടംപോലെ വണ്ടികൾ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം 7 സീറ്റർ കാണിക്കുന്നില്ല എന്നുള്ളവർക്ക് ആ പരാതി മാറ്റിയിട്ടുണ്ട്. അല്ലാതുള്ള ഒമിനി മറ്റേ ഈക്കോ വണ്ടികൾ നോക്കാൻ താല്പര്യപ്പെടുന്നവർക്കുള്ള വണ്ടികൾ അത് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ മോഡൽ വില കുറഞ്ഞതും കൂടിയതും ഇടത്തരവും ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം ക്രിസ്മസ് പ്രമാണിച്ച് വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിച്ച് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണം. അപ്പോൾ നമുക്ക് ഈ വണ്ടികളുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.